അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് വന്നിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2008 മോഡൽ ട്രാവലറായിട്ടാണ്. അത് ഫുള്ള് വർക്ക് ചെയ്തിട്ടുള്ളതാണ്. അത് A to Z ഇതിന് മുമ്പത്തെ രൂപങ്ങളും കാര്യങ്ങളും ഇതിനോടൊപ്പം തന്നെ ചേർക്കാവുന്നതാണ്. ഈ ഫ്രണ്ടിലത്തെ ഭാഗങ്ങൾ തന്നെയായാലും ഒരുപാട് ഫിറ്റിങ്സ് കാര്യങ്ങൾ ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. അത് ഒന്നൊന്നായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പുറത്തെ കാര്യങ്ങൾ ആദ്യം നോക്കിയിട്ട് പിന്നെ ഉള്ളിൽ ചെയ്താണ് മാറ്റങ്ങൾ കാര്യങ്ങളും രണ്ടാമത് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിലത്തെ കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ടിൽ ടോപ്പ് ലൈറ്റ് 3 കളറായിട്ട് വെച്ചിട്ടുണ്ട്. 4 കളറായിട്ട് വെച്ചിട്ടുണ്ട്. അതുമാതിരി 2 നിയോൺ കാര്യങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സൈഡിൽ വാട്ടർ ചാനൽ വ്യൂ വരുമ്പോൾ എന്ന് പറഞ്ഞാൽ 2 ടൈപ്പ് LED സ്ട്രിപ്പ് കൊടുത്തിട്ടുണ്ട്. അത് ഫ്ലാഷിങ് പ്രോഗ്രാം ചെയ്തിട്ടുള്ളതാണ്. ഫ്രണ്ടിൽ നെയിം ബോർഡ് കൊടുത്തിട്ടുണ്ട്. നെയിം ബോർഡ് പിക്സലാണ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ വർക്കിംഗ് കാര്യങ്ങൾ ഇതിനോടൊപ്പം തന്നെ ചേർക്കാവുന്നതാണ്. അതുമാതിരി എഡിഷൻ നെയിമിൻ്റെ കാര്യങ്ങളാണെങ്കിലും അതും പിക്സൽ വർക്ക് തന്നെയാണ് ചെയ്തത്. അത് ഫുള്ള് വർക്ക് കഴിഞ്ഞിട്ടില്ല. അത് കഴിഞ്ഞതിന് ശേഷമാണ് അത് കാണിക്കാൻ പറ്റുള്ളൂ. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോണറ്റിൻ്റെ ഫ്രണ്ടിൽ തന്നെ 2 വെള്ളി മൂങ്ങയുടെ മരത്തെ 2 ലൈറ്റ് വെച്ചിട്ടുണ്ട്. അത്യാവശ്യം നല്ല ബെറ്ററുള്ളതാണ്. അപ്പോൾ ആ സാധനം വെച്ചിട്ടുണ്ട്. പിന്നെ ബോഡി സ്റ്റിക്കർ വർക്ക് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ 2008 മോഡൽ വണ്ടി അല്ലെങ്കിൽ ഇപ്പോൾ 2013, 14 കാലഘട്ടങ്ങളിലെ വണ്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ മോഡൽ ഹെഡ്ലൈറ്റാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. കമ്പനി വരുന്നത് അതിനകത്ത് വെട്ടം കാര്യങ്ങൾക്ക് ഒരുപാട് കുറവാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് TN വണ്ടിയാണ്. TN ചെന്നൈയിലുള്ള വണ്ടിയാണ്. അപ്പോൾ അവിടുത്തെ ഇപ്പോഴത്തെ ഒരു സ്റ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡബിൾ ഡൂം കയറ്റാന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു ഡബിൾ ഡൂം അവർ നിലവിൽ കയറ്റി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഈ ഫ്രണ്ട് ഒരു ഭയങ്കരമായിട്ട് എന്തൊരു വ്യത്യാസം പോലെ തോന്നുന്നത്. അപ്പോൾ അതിൻ്റെ ഔട്ടറും നിയോൺ കാര്യങ്ങളും വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഗ്രില്ലിൽ 2 ടൈപ്പ് ലൈറ്റ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ മെയിനായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബമ്പർ ഒന്നും പറയാനില്ല. ആ ഒരു അണ്ണന്മാരെ വെറും സെറ്റപ്പ് സാധനമാണ് ജാഗ്വർ ബമ്പർ. അപ്പോൾ സൈഡിലത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലിയർ അതേമാതിരി റെയിൻ ഗാർഡ് നമ്മൾ മറ്റേ വണ്ടികളുമായി തന്നെ ചെയ്താണ് മാതിരി തന്നെയാണ് ഈ വണ്ടിയും ചെയ്തതാണ്. പിന്നെ എന്ന് പറഞ്ഞാൽ സ്കർട്ടിങ് പുതിയ മോഡൽ സ്കർട്ടിങ്, അതായത് നമ്മുടെ സ്കർട്ടിങ് കയറ്റിയിട്ടില്ല. ഓൾറെഡി കോയമ്പത്തൂർ ഫിറ്റിങ്സ് ഓൾമോസ്റ്റ് ഒരു 50% കോയമ്പത്തൂർ ഫിറ്റിങ്സ് ഉണ്ടായിരുന്നു. അതായത് വേറെ ഒന്നല്ല, ഫ്രണ്ട് നേരത്തെ പറഞ്ഞ മാതിരി ഡബിൾ ഡൂം കാര്യങ്ങൾ അതേമാതിരി ജാഗ്വർ ബമ്പർ എന്ന് പറഞ്ഞുള്ള സെറ്റപ്പ് നേരത്തെ പറഞ്ഞല്ലോ, ആ ജാഗ്വർ ബമ്പറും ചെയ്തിട്ടുണ്ട്. പിന്നെ സൈഡിൽ വരുന്ന റണ്ണിങ് ബോർഡ് മെറ്റൽ പീസാണ്, ആ മെറ്റൽ പീസും ചെയ്തിട്ടുണ്ട്. പിന്നെ അഡീഷണൽ ആയിട്ട് നമ്മൾ പുതിയ മോഡൽ സ്കർട്ടിങ്ങിൻ്റെ 3 പീസ് സൈഡിൽ ഇൻഡിക്കേറ്ററും പാർക്കും കത്താൻ വേണ്ടിയിട്ടുള്ള 3 പീസ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്രയ്ക്കാണ് ഈ സൈഡിലെ മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ. അതുമാതിരി മറ്റേ റിങ് നമ്മുടെ ഇവിടെ ഒന്നും കിട്ടാണ്ടായിരുന്നില്ല. അവസാനം ഡൽഹിയിൽ നിന്ന് ഓർഡർ ചെയ്ത് സാധനം വരുത്തി, അവർ പാർട്ടി തന്നെ വരുത്തി സാധനം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയ്ക്കാണ് ഈ സൈഡിലത്തെ മാറ്റങ്ങളും കാര്യങ്ങളും. ഇനിയിപ്പോൾ എന്ന് പറഞ്ഞാൽ ബാക്കിലത്തെ നമുക്ക് നോക്കാം. ഇതിനകത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോൺ ഭയങ്കര ഇതിന് പ്രത്യേകതയുള്ള ഹോണാണ്. അതായത് നമ്മുടെ ബസ്സിന് ചെയ്യണ മാതിരി തന്നെ എയർ ടാങ്ക് വെച്ച് എയർ ഹോൺ കൊടുത്തിട്ടുണ്ട്. അതേമാതിരി ബറ ഹോണ്, അത് 3 ടൈപ്പ് ഹോൺ ഉണ്ട്. ഏത് ബസ്സിലടിക്കണ മാതിരി അല്ലെങ്കിൽ ടോറസിലടിക്കണ മാതിരി ഉള്ള സെറ്റപ്പിലാണ്. അഡീഷണൽ കംപ്രസർ വെച്ചിട്ട് കംപ്രസറിൽ നിന്ന് എയർ ടാങ്ക് വെച്ച് എയർ ടാങ്കിൽ നിന്നാണ് അടിക്കണത്. ഇപ്പോൾ ഓൾറെഡി ആ ടൈപ്പിലാണ് ഹോൺ അടിക്കുന്നത്. ഇപ്പോൾ ഹോണിൻ്റെ സൗണ്ട് കാര്യങ്ങൾ കേൾപ്പിക്കാവുന്നതാണ്. പിന്നെയെന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ബ്രേക്ക് സിസ്റ്റം നമ്മൾ എയർ ബ്രേക്ക് ആക്കാൻ പോകുന്നുണ്ട്. അതിപ്പോൾ ഇവിടുന്ന് കോയമ്പത്തൂർ ചെന്നിട്ട്, കോയമ്പത്തൂരാണ് അതിൻ്റെ ടെക്നീഷ്യൻ ഉള്ളത്, അത് വർക്ക് കഴിഞ്ഞിട്ട് നേരെ ചെന്നൈക്ക് അവർ വണ്ടി എടുത്തിട്ട് പോകും. ഇന്ന് നമ്മുടെ ഇവിടുത്തെ വീഡിയോസും കാര്യങ്ങളും കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് അവർക്ക് ഡെലിവറി കൊടുക്കുകയാണ്. അപ്പോൾ ഇത്രയ്ക്കാണ് ഔട്ട് സൈഡിലെ വിശേഷങ്ങൾ കാര്യങ്ങളും. ഇനി ഇൻസൈഡിലത്തെ വിശേഷങ്ങൾ കാര്യങ്ങളും നമുക്ക് ഉള്ളിൽ പോയിരുന്നിട്ട് സാവധാനത്തിൽ പറയാം. ഉള്ളിലത്തെ വിശേഷങ്ങൾ കാര്യങ്ങളാണ്. അപ്പോൾ എല്ലാ പ്രാവശ്യവും നമ്മൾ ഔട്ട് സൈഡാണ് ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ വർക്ക് ചെയ്തതാണെങ്കിലും കാര്യങ്ങൾ ഫുള്ളായിട്ട് നമ്മൾ പറയാനുള്ളത്. അപ്പോൾ ഇതിൻ്റെ സംബന്ധിച്ചിടത്തോളം വണ്ടി വരുമ്പോൾ ഒരു A to Z സാധനങ്ങൾ അഴിച്ചിട്ട് വണ്ടിനകത്തായിരുന്നു. പാച്ച് വർക്ക് കാര്യങ്ങൾ കഴിച്ചിട്ടാണ് നമുക്ക് വണ്ടി കാര്യങ്ങൾ കിട്ടിയത്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഇതിനോടൊപ്പം തന്നെ നേരത്തെ പറഞ്ഞത് എപ്പോഴും പറയണില്ല, എന്നാൽ ഇതിനോടൊപ്പം തന്നെ കാണാവുന്നതാണ്.
ഫസ്റ്റ് തന്നെ മുകളിൽ നിന്ന് തുടങ്ങുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുകളിൽ ടോപ്പ് LED ടോപ്പ് കൊടുത്തിട്ടുണ്ട്. അത് വുഡ് ഫിനിഷിങ്ങിൽ LED ടോപ്പ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അതേപോലെ തന്നെ ഫ്രണ്ടിൽ ആണെന്നുണ്ടെങ്കിൽ TV ക്യാബിൻ വുഡ് ഫിനിഷിങ്ങിൽ തന്നെ അതും കൊടുത്തിട്ടുണ്ട്. അതേമാതിരി 2 സൈഡ് ലഗേജ് കാരിയർ വുഡ് ഫിനിഷിങ്ങിൽ കൊടുത്ത് അതേമാതിരി ആ സ്പീക്കറിൻ്റെ സൈഡിൽ കൂടെ അക്രലിക് ഇട്ട് അതിൻ്റെ മുകളിലും LED കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ ഒരു അണ്ണന്മാരുടെ വണ്ടി കാരണമുണ്ട് അവർക്ക് സ്പീക്കർ മസ്റ്റാണ്. സാധാരണ നമുക്ക് 4 സ്പീക്കറും ഒരു സബ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ വർക്കിങ് കാര്യങ്ങൾ സൗണ്ടിന് കിട്ടും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അസംബിൾഡ് ആകുമ്പോൾ ആണ്. അപ്പോൾ അത് കാരണം കൊണ്ട് 10 സ്പീക്കർ ഇതിനകത്തുണ്ട്. അതായത് സറൗണ്ടിങ് ആണെങ്കിലും മറ്റേ വോയിസ് മാത്രമാണെങ്കിലും സബ് കാര്യങ്ങളായിട്ട്. അപ്പോൾ 2 സബും 10 സ്പീക്കറാണ് ഈ ചെറിയൊരു വണ്ടിയിൽ അവർ കൊടുത്തിട്ടുള്ളത്. അതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ അത്യാവശ്യം ഇരുന്ന് കേൾക്കാനായിട്ട് ഇത്ര സ്പീക്കറിൻ്റെ കാര്യങ്ങളുടെ ആവശ്യമില്ല. പക്ഷേ ഒരു എന്താ പറയുക ഒരു പാർട്ടി വെയറെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ വണ്ടി കൊണ്ടൊരു സ്ഥലത്ത് ഇട്ടു അത്യാവശ്യം ഇതിലുള്ള ആൾക്കാർ ഇറങ്ങി ഡാൻസ് കാര്യങ്ങൾ കളിക്കണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ സൗണ്ട് വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇത്ര പേരുത്ത് സ്പീക്കറും സബും കാര്യങ്ങളും ഇവർ കൊടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഇതിനകത്ത് ലേസർ ആണെങ്കിലും ഗ്ലോബ് ആണെങ്കിലും ബില്ലറ്റ് ലൈറ്റ് ആണെങ്കിലും സകല സാധനങ്ങളും 12 വോൾട്ടിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ സ്മോക്കർ ആണെങ്കിലും 12 വോൾട്ടിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടാണ് കൊടുത്തിട്ടുള്ളത്. നിലവിൽ സ്മോക്കർ ഒഴിച്ച് ബാക്കി എല്ലാ ഫുൾ ലൈറ്റ് വർക്ക് കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. സ്മോക്കർ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മൾ പിടിപ്പിക്കുള്ളൂ. എന്ന് പറഞ്ഞാൽ അത് 12 വോൾട്ട് ആക്കാനായിട്ട് കൊടുത്തിട്ട് കറക്റ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ടായില്ല. അപ്പോൾ അത് കാരണം കൊണ്ട് അതിൻ്റെ ഒരു ചെറിയ ഷോർട്ട് ഉണ്ട്. അപ്പോൾ അത്ര തന്നെ ആണ് ടോപ്പിലത്തെ വർക്ക് കാര്യങ്ങൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ. പിന്നെ അതിൻ്റെ അടിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ക്രീൻ കൊടുത്തിട്ടുണ്ട്. അതായത് കർട്ടൻ കൊടുത്തിട്ടുണ്ട്. കർട്ടൻ സ്റ്റീൽ പൈപ്പിൽ ആണ് കർട്ടൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ അതിൻ്റെ സൈഡിലായിട്ട് 2 പില്ലർ പോസ്റ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ സൈഡ് ബേഡ് ഫൈബറിൽ വുഡ് ഫിനിഷിങ് വിത്ത് ലൈറ്റ് 4 ബാറ്ററി ചാർജറും അതേപോലെ 2 ഇൻവെർട്ടർ ചാർജറായിട്ടുള്ള ആ ഒരു സെറ്റപ്പിലും അതും കൊടുത്തിട്ടുണ്ട്. പിന്നെ സീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തമിഴ്നാട്ടിലെ ഒരുവിധ എല്ലാ വണ്ടികളിലും ഇന്നോവ ടൈപ്പ് സ്വീറ്റ് എന്നാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ ഇന്നോവ ടൈപ്പ് സ്വീറ്റ് നമുക്ക് വരുമ്പോൾ ഇത് ഫോം കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഫ്രെയിം മാത്രമേ ഉണ്ടായുള്ളൂ. ആ ഫോം കാര്യങ്ങളൊക്കെ പൊളിച്ച് കളഞ്ഞിട്ട് പുതിയ ഫോം ഇട്ട് നമ്മൾ രണ്ടാമത് സെറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഇതിന് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കോസ്റ്റ് കയറിയിട്ടുള്ളതാണ്. പിന്നെ പ്ലാറ്റ്ഫോം പ്ലൈവുഡ് ഇട്ട് മാറ്റ് ഒട്ടിച്ചിട്ടുണ്ട്. ഓൾറെഡി പുതിയ പ്ലാറ്റ്ഫോം ആയിരുന്നു. അതിൻ്റെ മുകളിൽ ഹീറ്റ് ലോൺ ആയിരുന്നു നിലവിലിട്ടുണ്ടായിരുന്നത്. ആ ഹീറ്റ് ലോൺ പൊളിച്ച് 6mm പ്ലൈവുഡ് അതിൻ്റെ മേലെ ഇട്ടിട്ടാണ് ആ പ്ലാറ്റ്ഫോം ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഇത്രയ്ക്കാണ് ഉള്ളിലത്തെ ഈ ഒരു ചെറിയൊരു സെറ്റപ്പ് എന്ന് പറഞ്ഞത്. പിന്നെയെന്ന് പറഞ്ഞാൽ അടുത്ത് സൗണ്ട് കാര്യങ്ങളാണ്. സൗണ്ട് കാര്യങ്ങൾ നേരത്തെ പറഞ്ഞ മാതിരി 10 ചാനൽ സ്പീക്കർ 10 ചാനൽ ആമ്പ് വെച്ചിട്ടാണ് സ്പീക്കർ കൊടുത്തിട്ടുള്ളത്. 2 സപ്പോർട്ടും വന്നിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നല്ല വർക്കിംഗ് കാര്യങ്ങളുള്ളതാണ്. പക്ഷെ നമുക്കത് ചിലപ്പോൾ ദഹിക്കണമെന്നില്ല. തമിഴ്നാട്ടിൽ ഈ ഒരു സെറ്റപ്പ് ഇല്ലാണ്ട് എന്തെങ്കിലും പറ്റില്ല. അപ്പോൾ അത് കാരണം കൊണ്ടാണ് അവരുടേതായ ടേസ്റ്റിലേക്ക് അതായത് നമ്മളിപ്പോൾ നമ്മുടേതായ ടേസ്റ്റ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും അവരുടേതായ കാര്യങ്ങൾ കുറേ വിട്ടുവീഴ്ചകൾ ഇത്തിരി കുറവായിരിക്കും. അതായത് എന്തെങ്കിലുമൊക്കെ അവരുടേതായ ടേസ്റ്റിലേക്ക് വണ്ടി കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവരുടെ നാട്ടിൽ ചിലപ്പോൾ ഓടാൻ പറ്റുള്ളായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ഒരു സംഭവം ചെയ്യണത്. അപ്പോൾ ഇത്രയ്ക്കാണ് ഉള്ളിലത്തെ സംഭവങ്ങൾ. അപ്പോൾ ഇത്രയ്ക്കുള്ള നമ്മുടെ ഈ ഒരു ചെറിയൊരു വീഡിയോ എന്ന് പറഞ്ഞത്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതിൻ്റെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് രൂപത്തിൽ അറിയിക്കുക. അപ്പോൾ ഇങ്ങനത്തെ വീഡിയോകൾ ആവശ്യമുള്ള ആൾക്കാർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക. അപ്പോൾ ഇത്രയ്ക്കുള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.